മുടി വെട്ടിട്ടോ ഞാൻ അങ്ങോട്ട് മുഴുവൻ വെട്ടി കളഞ്ഞേക്കും അങ്ങോട്ട് മുഴുവൻ വെട്ടി കളഞ്ഞു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ 10 വർഷത്തിന് ശേഷം എൻ്റെ മുടി വെട്ടാൻ പോവാണ് കേട്ടോ. 10 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് വെട്ടിയത്, കുറച്ചെന്ന് വെച്ചാൽ ഇച്ചിരി നീളം കളഞ്ഞത് 10 വർഷത്തിന് മുന്നെയാണ്. അത് കഴിഞ്ഞ് തുമ്പൊക്കെ വെട്ടിയിട്ടുള്ളൂ. അതൊരു 1/2 ഇഞ്ചൊക്കെ കട്ടി. എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ അത്രേ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. സോ ഈ വർഷത്തെ എൻ്റെ ഒരു മെയിൻ റെസൊല്യൂഷനായിരുന്നു എൻ്റെ മുടി ഒന്ന് വെട്ടുക എന്നുള്ളത്. സോ നമ്മൾ മുടി വെട്ടാൻ പോവാണ്. ഞങ്ങൾ ഈ മുടി വെട്ടാൻ പോണ കാര്യം ആർക്കൊക്കെ അറിയാൻ കിച്ചാമ്മ? എനിക്ക് കിച്ചാമ്മ മാത്രമേ അറിയുള്ളൂ, വേറൊരു മനുഷ്യ കുഞ്ഞിനും അറിയില്ല. ഞങ്ങളപ്പോൾ എല്ലാവരും സർപ്രൈസ് ചെയ്യാന്ന് വെച്ചു. കാരണം എല്ലാവരും എന്നിങ്ങനെ ലോങ് ഹെയറിലെല്ലാം കണ്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മുടി വെട്ടുമ്പോൾ അവരുടെയൊക്കെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നൊന്ന് നോക്കാം. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും എനിക്കറിയില്ല. എനിവേയ്സ്, നമ്മൾ പോണത് നമ്മുടെ മാജിക് സിസേഴ്സിൻ്റെ അടുത്താണ്. നിങ്ങളെൻ്റെ ഒരു OG വ്യൂവർ ആണെങ്കിൽ അറിയാൻ പറ്റും. മാജിക് സിസേഴ്സ് എൻ്റെ കല്യാണം മുതലല്ലേ ചമ്മ, നമ്മുടെ കല്യാണം മുതലല്ലേ, കല്യാണം മുതൽ അവര് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ പരിപാടിക്കും വണ്ടിയൊക്കെ എല്ലാ പരിപാടിക്കും മേക്കപ്പ് ചെയ്യണത് അവരായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കട്ട് ചെയ്യാം. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ മുടി എൻ്റെ അമ്മ അല്ലാണ്ട് വേറൊരു മനുഷ്യ കുഞ്ഞ് വെട്ടിയിട്ടില്ല ചെറുപ്പത്തില്. അതെ, ചെറുപ്പത്തില് നമ്മള് ബാർബർ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമല്ലോ, ആമ്പിള്ളേരുടെ പോയി കട്ടൊക്കെ വെട്ടുമല്ലോ ചെറുപ്പത്തില്, പൊടിക്കാച്ചിയായിരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് എല്ലാം എൻ്റെ മുടി വെട്ടണ അമ്മയാണ്. ഞാൻ വേറെ ആരെക്കൊണ്ടും എൻ്റെ മുടി വെട്ടാൻ സമ്മതിക്കാറുമില്ല. കാരണം അമ്മ വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി വളരും. അത് അമ്മ മുടി വെട്ടണ എല്ലാവരും പറയണ കാര്യമായിട്ട്, അമ്മ മുടി വെട്ടിയാൽ പെട്ടെന്ന് മുടി വളരുമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ആരെങ്കിലും വെട്ടിന് മുടി വളരില്ല എന്നുണ്ട്. പക്ഷെ പിന്നെ അമ്മ ബ്യൂട്ടീഷ്യൻ ആണല്ലോ, പിന്നെ അമ്മനെ കൊണ്ടല്ലേ വെട്ടിക്കുള്ളൂ നമ്മള്. ഇതിപ്പോ അമ്മയ്ക്കും കൂടി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ അടുത്ത് പോണത്. അതൊന്നും ശരിക്കും കണ്ടറിയണം, ഇനി അമ്മേനെ വീട്ടിൽ കേട്ടില്ല. അപ്പോ എനിവേസ് നമുക്ക് എന്തായാലും പോയിട്ട് മുടി കട്ട് ചെയ്യാം. ആൻഡ് ഇപ്പൊ ചിലവരെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, വെട്ടരുത് താൻ ബുക്കിലിക്കല്ലേ അമ്മ പറയട്ടെ. ചിലവരെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, വെട്ടരുത് എന്തിനാ വെച്ച് വെട്ടണേന്ന്. ചിലർ വിചാരിക്കണ്ടാവും വെട്ടു. നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ളവരാന്ന് കമന്റ് ചെയ്യും. എന്തായാലും മുടിയല്ലേ, വെട്ടിയാൽ വളരും. അങ്ങനെ ആയിരിക്കും ചാൻസ്. എനിക്ക് ഒരുപാട് പേരിങ്ങനെ ലോങ് ഹെയർ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്, മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ കുറെ ആൾക്കാർ വെട്ടരുത് എന്ന് പറയും, ചിലപ്പോൾ കുറെ ആൾക്കാർ വെട്ടാനായിരിക്കും പറയാ. എനിവേസ്, നിങ്ങൾക്ക് ഹെയർ എന്തായാലും ഞാൻ വെട്ടാൻ പോവാണ്. മുടിയാണ് ഞാൻ വളരും. ഞാൻ കിച്ചാമിനോട് മുടി വെട്ടണ കാര്യം ഇപ്പോൾ എന്തായാലും കിച്ചാമിന്റെ കിച്ചാനൊന്നും വെട്ടാൻ താല്പര്യമില്ല കേട്ടോ. യെസ്, അങ്ങനെയാണ്. നമുക്കൊരു മുടി വെട്ടണമെങ്കിൽ നമ്മൾ ആരോടും അനുവാദം ചോദിക്കാൻ പാടില്ല, അല്ലേ ചമ്മ? അതെ. അല്ല, ഞാൻ ഒരുപാട് വർഷമായി എന്റെ മുടി വെട്ടിട്ട്. എനിക്ക് ഈ വർഷം മുടി വെട്ടണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം. പിന്നെ ഇത് മുടിയാണ്, അത് വളരും, തിരിച്ചു വളരും, ഉറപ്പാണ്. പിന്നെന്താ കുഴപ്പം, ഇങ്ങനെ വെട്ടിക്കളയാം, കുറച്ച് മുടിയല്ലേ. പിന്നെ എന്റെ പോടാ. പിന്നെ എന്റെ മുടിയുടെ അറ്റമൊക്കെ കുറച്ച് വെട്ടാറായിട്ടുണ്ട്. എന്തായാലും ഗ്രൂമിങ് സെക്ഷൻ ടൈം ആയിട്ടുണ്ട്. വേണ്ട, ഞാൻ വിചാരിച്ചിട്ടാണ് കുറച്ച് എൻ്റെ ഒരു മൈൻഡിലെ ഹെയർ കട്ട് ബട്ടർഫ്ലൈ ലേയേഴ്സ് ആണ്. അതായത് ഞാൻ നിങ്ങൾ ഈ വെട്ടണു എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഷോർട്ട് ആക്കണമെന്നല്ല കേട്ടോ. കുറച്ച് വെട്ടും, കുറച്ച് ലെങ്ത് കളയും, കുറച്ച് ഒരു ഇച്ചിരി സ്റ്റൈലായിട്ടുള്ള എന്തെങ്കിലും ഹെയർ കട്ട് ചൂസ് ചെയ്യണം എന്ന് വിചാരിക്കണം. ബട്ടർഫ്ലൈ കട്ടാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. അവിടെ ചെന്നിട്ട് നമുക്ക് ചോദിക്കാം എന്തായിരിക്കും എനിക്ക് കുറച്ചുകൂടി ശരിയാന്നുള്ളത് കേട്ടോ. ഇവനാണെങ്കിൽ ഇതിങ്ങനെ കിലുക്കി ഒരു സാധനം കേൾക്കണ്ടാവില്ല. ഞാൻ മൈക്കെടുക്കാൻ മറന്നും പോയി, അനക്കല്ലേടാ. സോ നമുക്ക് നേരെ ഇനി മുടി വെട്ടാൻ പോകുമ്പോ ഒടുക്കത്തിൽ ലോങ് ഇൻട്രോ ആയിരുന്നു. 4 മിനിറ്റും 16 സെക്കൻഡും. അപ്പൊ നമുക്ക് അവിടെ പെട്ടു. ഞാൻ മുടി വെട്ടതിനെ പറ്റി അഭിപ്രായം പറയും കേട്ടെ. സത്യം പറയണോ? സത്യം പറ. സത്യം പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. ചേട്ടൻ പറ. സൂപ്പർ അല്ലേ? അല്ലേ? വേണ്ട, കളയണ്ട. മനമേ എന്റെ മുടിയുടെ ലെങ്ത് എടുത്തേര്. ഈ മുടി മൊത്തം നമുക്കൊന്ന് സെറ്റ് ആക്കാനുള്ള
കിട്ടണ്ട എങ്ങനെ കൊളാക്കുന്നുണ്ടോ ഏതായിരിക്കും എനിക്ക് നല്ലത് ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കണം എങ്ങനെ ഞാൻ റെഫറൻസ് കാണിച്ചേക്കാം ലെങ്ത് ഒരുപാട് കുറക്കണ്ട ലെങ്ത് കുറക്കണത് എന്റെ ഹസ്ബൻഡ് തീരുമാനിക്കുക അവള് പറഞ്ഞോളൂ. അവള് പറഞ്ഞോളൂ എന്റെ വർഷം ട്രൈ ആണ്. ആ അത് നല്ലോണം വെട്ടാറായിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിൽ ബാലൻസ് ഒക്കെ വന്നിട്ട് ഇത് ഇങ്ങനെ എങ്ങനെ ഇടുന്നാലും മതി ഇതാക്കിക്കണ്ട ഒരുപാട് അതാണ് ലെങ്ത് ഉദ്ദേശിക്കണേ. കുറഞ്ഞ പോലെയും ഇല്ല അല്ലേ ആ. അല്ലേ ഞാനും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇതൊക്കെയാണ് എന്റെ ഒരു ഉദ്ദേശം അങ്ങനെയൊക്കെയല്ലേ എന്റെ. ഫ്രണ്ടിലും ഇങ്ങനെ ഫ്രണ്ട് കുറച്ച് വേണം. ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ലെയേഴ്സ് പോലെ കുറച്ച് layer. ദിസ് ഈസ് ഇവിടെ നോക്കൂ ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ ഇരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ വെട്ടണമെന്ന് ഞാനും അങ്ങനെയൊക്കെ തന്നെ വെട്ടണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇല്ല ഈ യൂട്യൂബിൽ നാറ്റിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ വേണ്ട അതുപോലെ ബാൻഡ്സ് ഒക്കെ അങ്ങനെ കുറെ കളർ ചെയ്യണം. കളർ ഒന്നും ചെയ്യണ്ട അല്ലാണ്ട് ഇങ്ങനെ ബാൻഡ്സ് മതി രണ്ട് കളർ സെറ്റ് ആയി. ഓ കളർ ചെയ്യണ്ട എനിക്ക് വെറുതെ ഇരിക്കുന്ന പിള്ളേരെ കളർ ചെയ്യിപ്പിച്ചു വിചാരിച്ച് ഇത്ര കുറയ്ക്കാം. ആ ഓക്കെ ആ എൻ്റെ ആ അതെ കുറച്ചോ ഓക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ നല്ല സ്റ്റൈലായിരിക്കണം കാണാനായിട്ട് സോ അങ്ങനെ നമ്മുടെ ഹെഡ് വാഷിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എൻ്റെ മനസ്സിപ്പോൾ ഈ ഒരു സമയത്ത് പടപെടാന്നിരിക്കേണ്ട കാരണം കുറേ വർഷമായിട്ട് നമ്മൾ ഇത്രയും ലോ ഹെയറിൽ നടന്ന ഒരാൾ മുടി വെട്ടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ ഫാമിലി റിയാക്ട് ചെയ്യണേ എന്ന് ഓർത്തിട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ കേട്ടോ പക്ഷെ മുടി വെട്ടാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം എൻ്റെ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ എനിക്കൊന്ന് മുടി വെട്ടണം എന്നായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ തലയൊക്കെ കുളിപ്പിച്ച് അവർ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോഴേക്കും തമ്പുവാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫായിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അവൻ ചില്ലായിട്ടിരിക്കൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല അങ്ങനെ പയ്യെ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്ത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ല ആ ഒരു ലെങ്ത്ത് അത് കുറച്ച് എന്താ ഭയങ്കര റഫായിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അത് കട്ട് ചെയ്യേണ്ട സമയമായി അപ്പം അത് ആദ്യം കൂടെ കട്ട് ചെയ്തു ആ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ആ ലെങ്ത്തിൽ വെച്ചിട്ടാണ് നമ്മളിനി ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോണേ കേട്ടോ അങ്ങനെ പയ്യെ നമ്മൾ കട്ട് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഈ സമയത്തൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കട്ട് ചെയ്യണ വേണ്ടി അങ്ങനത്തെ ഒരു ഇതൊക്കെ പോകണ്ട കേട്ടോ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ സഡൻലി നമ്മൾ പെട്ടെന്നൊരു പ്ലാൻ വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ലൈറ്റായിട്ട് കളർ ചെയ്യാനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എൻ്റെ ഹെയർ ഇതുവരെ ഞാൻ കളർ ചെയ്തില്ല ദിസ് ഇസ് എ ഫസ്റ്റ് ടൈം കേട്ടോ അപ്പോൾ പറഞ്ഞു വളരെ ലൈറ്റായിട്ട് നമുക്ക് എഡ്ജിൽ മാത്രം കളർ ചെയ്യാം നിനക്ക് വേണമെങ്കിൽ പിന്നെ കട്ട് ചെയ്ത് കളയാം ഹെയർ ഡാമേജ് ഒന്നും വരാത്ത രീതിയിലുള്ളത് ചെയ്യാം ബ്ലീച്ച് ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് കളറാട്ടോ ഇടുന്നത് അത് ഞാനവിടെ ചെയ്തോണ്ടിരിക്കുമ്പോൾ അച്ഛനും മോനും അവിടെ ഭയങ്കര തിമിർപ്പ് കളിയും കാര്യങ്ങളും ആണ് കേട്ടോ അപ്പോൾ വളരെ ലൈറ്റായിട്ടൊന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് എന്താ ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ സോ നിങ്ങൾ എൻ്റെ ഫൈനൽ ലുക്കാണ് റെഡി ആയിട്ടുണ്ടല്ലോ അതെ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഞാൻ ലെങ്ത് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് ഒരു ചെസ്റ്റ് കഴിഞ്ഞ് താഴ്ത്ത് നിൽക്കുന്ന രീതിയിലാണ് ലെങ്ത് വെച്ചിട്ടുള്ളത് ഇതിലും കുറച്ചും കൂടി ലെങ്ത് ഉണ്ടായിരുന്നു പക്ഷെ കളർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കളർ കൂടുതലായിട്ട് ഫീൽ ചെയ്തപ്പോൾ നമ്മൾ അത് കുറച്ചും കൂടി വെട്ടിക്കളഞ്ഞു കേട്ടോ എനിക്ക് ആ ഒരു ഇടുപ്പ് ഭാഗം വരെയും ഹെയർ ലെങ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു ഇടുപ്പ് ഭാഗം വരെ ഉണ്ട് പക്ഷെ കുറച്ച് കയറിയ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ കുറച്ച് ലേയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലുക്കിൽ കാണുന്നത് കേട്ടോ ഞാനൊരു 2016 കുറച്ച് ഇതുപോലെ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത് അത് അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് വെട്ടിയത് എൻ്റെ അമ്മക്ക് ഇഷ്ടമല്ല വെട്ടാനായിട്ട് വെട്ടി തരികയില്ല ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയുടെ പാർലറിൽ ചെന്നിട്ട് അമ്മ എൻ്റെ മുടി വെട്ടുന്ന ഞാൻ എന്നെ കയറ്റി പോലില്ല പാർലറിലേക്ക് വെട്ടി തരില്ല കേട്ടോ അമ്മ അപ്പോൾ പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവരങ്ങോട്ട് ചെറപറ വെട്ടി എനിക്ക് ഫുൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് അല്ലെങ്കിൽ ഈ ന്യൂ ലുക്ക് എനിക്ക് ഇഷ്ടമായി നേരെ വീട്ടിൽ പോയിട്ട് അമ്മേനെ ഒന്ന് കാണിക്കുന്നത് അതായത് എൻ്റെ അമ്മയമ്മേനെ കാണിക്കുന്നത് രതിയമ്മ അവിടെ നിൽപ്പുണ്ട് ആദ്യം അവർക്ക് മനസ്സിലായിട്ടില്ല ഇനി അവരുടെ റിയാക്ഷൻ ഒന്ന് കാണാം കേട്ടോ അമ്മ എന്നെ കൊന്നില്ലായിരുന്നേ ഉള്ളൂ അമ്മ കൊച്ചിന് ഈ മുടി വെട്ടുന്ന അസുഖം ഇല്ലായിരുന്നാണല്ലോ പിന്നെ എന്താണ് മുടി വെട്ടിയതെന്ന് ചോദിച്ചു പക്ഷെ മുടി വെട്ടിയത് രസമുണ്ട് സാരി ഉടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ ഭയങ്കര വിഷമമായിട്ടോ ഇത് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണുള്ളത് എൻ്റെ അമ്മ വരുന്നുണ്ട് ഗായ്സ് മുടി വെട്ടിട്ടോ ഞാൻ മുഴുവൻ വെട്ടിക്കളഞ്ഞു മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞു
ശ്രീദേവി അവിടെ വീഡിയോ എടുക്കണേ. വലിയ ഭംഗിയാണല്ല ഇപ്പൊ ഇങ്ങനെ ആ നീളോളം കൂടി ആൾക്കാടിയാണോ തോന്നിയോ സോക്കടൊക്കെ എങ്ങനെയുണ്ട് ആരോട് ചോദിക്കണം? എന്റെ മുടി വെട്ടാനായിട്ട് ഞാൻ ആരോടും ചോദിക്കണോ? എങ്ങനെയുണ്ട് ശ്രീദേവി? കാണാനൊക്കെ കൊള്ളാം, ചേരുന്നുണ്ടോ എനിക്ക്? പക്ഷെ ആ നീളോളം കൂടി എന്നെ ഭംഗി അതിപ്പോ തന്നെ വളരും, അധികം ഒന്നും വെട്ടിയിട്ടില്ല. അധികം പറ്റിയിട്ടില്ല. അച്ഛൻ പറഞ്ഞു അധികം പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ വീഡിയോയില് ശ്രീദേവി പച്ചത്തന്നെ പറയാൻ ചാൻസ് ഉണ്ട്, ബീഫ് ഇടണ്ട വരുമെന്ന്. ശ്രീദേവി എങ്ങനെയുണ്ടെന്നാ? വല്ല മുടി ഉണ്ടായത് നശിപ്പിച്ചു. അതൊക്കെ വളരും, മുടിയല്ലേ അമ്മേ, വളരും അമ്മേ. അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ഒരാഴ്ചയൊക്കെ വെട്ട എത്ര വർഷമായി നോക്ക്. ഭയങ്കര ഭംഗിയാണ്. നല്ല ഒന്നാന്തരം മുടി ഉണ്ടായത് ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ്. കണ്ണം പിടിക്കുന്നുണ്ട്. എന്നെ അല്ല അർച്ചനാമി നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് വയ്യ വെട്ടിക്കളഞ്ഞ എന്ത് പണിയാടോ കാണിച്ചു. ഇതെന്റെ സിസ്റ്ററാണ് കേട്ടോ, നന്ദന. ഞാൻ അവരെല്ലാരെയും വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. അവരെല്ലാരും ഹേ ഈ മുടി വെട്ടിയോ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരുന്നു. ബൈ ദ വേ, ഞാൻ മുടി വെട്ടിയത് ഒരാൾക്കും വലിയ സന്തോഷമൊന്നായിട്ടില്ല. എൻ്റെ അനിയത്തിക്കും ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും മുടി വെട്ടിയിട്ടുള്ള എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ മുടി വെട്ടുമെന്നും ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് അവള് എന്നുള്ള രീതിയായിരുന്നു. കാരണം ഇവരൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഞാൻ ഹെയർ കട്ട് ചെയ്യും എന്നുള്ളത്. എല്ലാവർക്കും കൃഷ്ണക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്, കൃഷ്ണ വീഡിയോ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ എന്ന് പറഞ്ഞു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യണേ. ആൻഡ് ഇത് അച്ചു ആണ്. ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും, നമ്മുടെ OG വ്യൂവേഴ്സിനൊക്കെ അറിയാൻ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. അവളുടെ കണ്ണിൽ ചെറിയൊരു കുരു വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. അതാണ് അവൾ ഈ ഒരു കോലത്തിരിക്കുന്നത്. ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എന്നെ കൊല്ലും ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവൾ കണ്ണിൽ ഇത് പറയാണ്. അവൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവള് അച്ഛൻ മുടി വെട്ടിയോ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ഫൈനലി ഇതേ ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററെ കൂടി വിളിച്ച് കാണിച്ചു. അവളും ഇങ്ങനെ എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്ത ഒരാളേ ഉള്ളൂ, എൻ്റെ ബ്രദർ. അവൻ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണവരെ എൻ്റെ മുടി വെട്ടിയത് കണ്ടിട്ടില്ല. അവൻ ജോലി തിരക്കിലായിട്ട് കാണാൻ പറ്റി. ഒപ്പീനിയൻ അല്ല അബൌട്ട് മൈ ന്യൂ ലുക്ക്. ന്യൂ ലുക്ക് ഒക്കെ കൊള്ളാം, പക്ഷെ വെട്ടി കഴിഞ്ഞിട്ട് ഈ കെട്ടി വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. കെട്ടി വെച്ചേക്കണതാ, എപ്പോഴും അയച്ചിടാൻ പറ്റില്ലല്ലോ. പുറത്തല്ലേക്ക് പുറത്ത് പോകുമ്പോ ഭംഗി കാണിക്കാനാണോ കിട്ടി. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ മുടി വീഴാതിരിക്കും. ജസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ ന്യൂ ലുക്ക്? ഇപ്പൊ ഞാൻ എന്നെ കാണാത്തൊരു ലുക്ക്, അതിന്റേതായ രീതിക്ക് എടുത്ത് സ്റ്റൈൽ ചെയ്തോണ്ട് നടക്കണം. യെസ്, യു ലൈക്ക് ഇറ്റ്? യു ഹാപ്പി? ഹാപ്പിയാണെന്ന് വെച്ചാൽ ഹാപ്പി അല്ല, മുടി വെട്ടിയിലെ ആയതിനോട്. ബട്ട് യു ഹാപ്പി വിത്ത് മൈ ലുക്ക്? പറഞ്ഞു പറയിപ്പിക്കണ തോന്നിയില്ല. കൊള്ളാം, ഉള്ളതായിരുന്നു എനിക്ക് ഇഷ്ടം. വളരും ഹെയർ, ജസ്റ്റ് ഹെയർ അല്ലേ? പറ, ജസ്റ്റ് ഹെയർ പറയും. ഞാൻ പറയില്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് മെമ്മറീസ്. കേട്ടല്ലോ അല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ടു ബി ഓണസ്റ്റ്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഷോക്കായെങ്കിലും അത് അവർക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും പുറത്ത് പറയണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് സെക്ഷനിൽ പറയട്ടോ. നമ്മളെല്ലാവരും ജീവിക്കണം, നമ്മുടെ ഇഷ്ടവും ആഗ്രഹമൊക്കെ നടത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കണതും ജോലി എടുക്കണമൊക്കെ. അപ്പോൾ എൻ്റെ 2026 ഭയങ്കര ആഗ്രഹം എൻ്റെ മുടിയൊന്ന് വെട്ടുക എന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.